കാര്യമായി കാണുവാൻ വേണ്ടി നമുക്ക് കഴിയത്തില്ല. എന്താണ് അംബേദ്കറെ സംബന്ധിച്ച് പറയുന്നത്? അമിത്ഷാ പറഞ്ഞത് അടുത്ത കാലത്തായിട്ട് അംബേദ്കർ 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 എന്ന് എല്ലാവരും പറയുന്നു. അംബേദ്കർ 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 എന്ന് ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊരു ഭാഷനായി മാറിയിരിക്കുന്നു. ആരാണ് ഈ അംബേദ്കറെ പറ്റി എപ്പോഴും പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സാധാരണക്കാർ അംബേദ്കർ അംബേദ്കർ എന്ന് പറയാറുണ്ടോ? അംബേദ്കർ അംബേദ്കർ എന്ന് പറയണമെങ്കിൽ, അംബേദ്കറെ ഓർമ്മിക്കണമെങ്കിൽ, അംബേദ്കറിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, അംബേദ്കർ ഉയർത്തിയ ആ കാര്യമാത്രമായ കാലഘട്ടത്തിന്റെ പ്രസക്തിയിലേക്ക് രാജ്യം പോകുന്നതല്ലേ എന്റെ അർത്ഥം? അതല്ലേ? അല്ലാതെ കാണാൻ വേണ്ടി കഴിയുക? അവിടെയൊക്കെ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുമ്പോഴല്ലേ അംബേദ്കറെ വിളിക്കേണ്ടി വരുന്നത്? അല്ലേ? ചില നേതാക്കന്മാരെ നമ്മൾ തിരിച്ചു വിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? രാജ്യം അവരുടെ കാലഘട്ടത്തിൽ ഏതവസ്ഥയിലായിരുന്നുവോ, ഏത് അപകടമായിരുന്നുവോ രാജ്യം പെട്ടുപോയത്, ആ അപകടത്തിൽ നിന്ന് അവരെങ്ങനെ രാജ്യത്തെ രക്ഷിക്കുന്നു, ആ രക്ഷിച്ച നേതാക്കന്മാരെ ഇപ്പോൾ വീണ്ടും 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 വിളിക്കേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ രാജ്യം അവിടെയൊക്കെ പോയിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ അംബേദ്കർ എന്ന് പറയണ്ട, നീ ഒരു നാമം ജപിച്ചാൽ, ഈശ്വരനെ നാമം ജപിച്ചാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അംബേദ്കർ അംബേദ്കർ എന്ന് പറയരുത്, ഇതൊരു നാണക്കേടാണ്. അംബേദ്കറുടെ പേര് ഇന്ത്യയിൽ ഉച്ചരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ബിജെപിയുടെ മന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ബിജെപിയുടെ മന്ത്രിയല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഈ രാജ്യത്തെ 150 കോടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നത് ഒരു ഭാഷനായി തീർന്നിരിക്കുന്നു. എന്തിനിങ്ങനെ പറയുന്നു? അതിൽ എത്രയോ നല്ലതാണ് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടാൻ നിങ്ങൾ ഏതെങ്കിലും ദൈവത്തെ ഭജിച്ചുകൂടെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അംബേദ്കറെ ഇത്തരം ചിന്തകളെ ഈ ഇവിടെ സൂചിപ്പിച്ച മാതിരിയുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ വെല്ലുവിളിച്ച ഒരു നേതാവായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. മനുസ്മൃതി പരസ്യമായി കത്തിച്ച് ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളുമായി ബുദ്ധമതത്തിലേക്ക് പോയ ഒരു നേതാവായിരുന്നു ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് അപമാനമാണ് എന്ന നിലയിലേക്ക് ബിജെപി നേതാവ് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇവിടെ നടക്കുന്നു. ഇത് ഓരോ വ്യക്തിയുടെയും പേരിലുണ്ടാകാം. ഇന്നിത് അംബേദ്കറുടെ നാമധേയത്തിലാണെങ്കിൽ ആദ്യം അംബേദ്കറെ തകർക്കാൻ വേണ്ടി എന്താണ് ബിജെപി നടത്തിയ ശ്രമം? ഭരണഘടനയെ തന്നെ തകർത്തു കളഞ്ഞു. ഭരണഘടനയുടെ ആമുഖ പേജിനെ അതിന് വിലയില്ലാത്ത നിലയിലേക്ക് തകർത്തു. രാജ്യം ഒരു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്ത്രീ സമത്വ പുരുഷ സമത്വ അല്ലെങ്കിൽ ലിംഗസമത്വ രാജ്യമാണ് എന്നുള്ള ആ പ്രഖ്യാപനത്തിനെതിരായി കോടതിയിൽ പോയി കേസ് കൊടുത്തത് ബിജെപിയാണ്. ബിജെപി അതുമായി മുന്നോട്ട് പോയി. അതിനവർ ശബരിമലയെ ആധാരമാക്കിയെടുത്തു. നമ്മുടെ നാട്ടിലെ സാധാരണ ഹിന്ദുക്കൾ, പട്ടികജാതിക്കാർ, പിന്നോക്കക്കാരെല്ലാം അതിനെ കണ്ടത് എങ്ങനെയാണ്? അവര് നാട്ടിൽ പ്രചരിപ്പിച്ചത് ശബരിമലയ്ക്കെതിരായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുന്നതെന്ന് കള്ള പ്രചാരവേല സംഘടിപ്പിച്ചു. എന്തായിരുന്നു സംഭവം? ബിജെപിയുടെ തന്നെ MP ആണ് ഉത്തരേന്ത്യ സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ എന്താണ് പറയുന്നത്? സ്ത്രീകൾക്ക് പ്രവേശനം ശബരിമലയിൽ ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേസിന് പോയത് ബിജെപിക്കാർ തന്നെ. കോടതി വിധി പറഞ്ഞപ്പോൾ സ്ത്രീക്കും കയറാം എന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാം പേജിൽ പറയുന്നു നമ്മുടെ രാജ്യം ഒരു ലിംഗസമത്വ രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണെന്ന് പറയുമ്പോൾ വിധി പറയുന്ന ജഡ്ജി ആ ഭരണഘടനയുടെ ആമുഖത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വിധി പറഞ്ഞത്. അതിനെ ചൊല്ലി നമ്മുടെ നാട്ടിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും അതിന്റെ നേതൃത്വത്തെയും മോശമായി നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ചു. അതിന്റെ നിജസ്ഥിതികളെല്ലാം പിന്നീട് പുറത്തു വന്നതാണ്. ഇപ്പോൾ അത് വേറൊരു രീതിയിലേക്കാണ് കടന്നു വരുന്നത്. മനുസ്മൃതി എന്നുള്ളതിനെ എതിർത്തവർ അംബേദ്കർ മാത്രമല്ല. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോൾ ബാൽ താക്കറെയുടെ പാർട്ടി ഉദ്ധവ് താക്കറെ ഇന്നിപ്പോ മഹാരാഷ്ട്ര നിയമസഭയിൽ നിന്നും ആ ഉദ്ധവ് താക്കറെയുടെ MLA-മാർ നിയമസഭ BJP ആണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ നിയമസഭയിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ MLA-മാർ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോകുന്നു. അവരുടെ പാർട്ടിയുടെ പേര് ശിവസേന എന്നാണ്. ശിവസേന എന്ന പേരുള്ള പാർട്ടിയുടെ MLA-മാർ നിയമസഭയ്ക്ക് പുറത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് പഴയ രീതിയിലല്ല രാജ്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മണ്ണിന്റെ മക്കൾ വാദം ഉയർത്തിയ ശിവസേനയുടെ നേതാവ് പോലും അംബേദ്കറെ ആക്ഷേപിക്കുക, അംബേദ്കറെ ഇകഴ്ത്തി കാണിക്കുക എന്നതിനെ പ്രതിഷേധിച്ച ഒരു ദിനം കൂടിയാണ് ഇന്ന് നമ്മുടെ ഈ കടന്നു പോകുന്ന ഡിസംബർ 19 എന്ന് നമ്മൾ കാണണം. ശ്രീനാരായണ ഗുരുവിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. സഹോദരൻ അയ്യപ്പനെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അംബേദ്കറെ തള്ളിപ്പറഞ്ഞവർ നാളെ അയ്യങ്കാളിയെയും അംബേദ്കറെയെല്ലാം തള്ളിപ്പറയും. ഏതെല്ലാം തരത്തിലാണ് ഈ രാജ്യത്തെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്?
വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളിലെല്ലാം എന്താണ് പറയുന്നത്? എല്ലാ പള്ളികളിലും ക്ഷേത്രങ്ങളാണെന്ന് പറയുക, എല്ലാ പള്ളിയും ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ എല്ലാം ക്ഷേത്രങ്ങളാണെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് രാജ്യം പോകുന്നു. രാജ്യത്തെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്ക്, അടിസ്ഥാന പ്രശ്നങ്ങൾക്ക്, ചോദ്യങ്ങൾക്ക് മറുപടിയില്ല കേന്ദ്രമന്ത്രിമാരിൽ നിന്ന്, നമ്മുടെ പ്രധാനമന്ത്രിയിൽ നിന്ന്. 4 വോട്ടിന് വേണ്ടി, ഒരു ഭരണം കൈയടക്കാൻ വേണ്ടി, നിങ്ങൾക്കറിയാം മണിപ്പൂർ എന്ന് പറയുന്ന ഒരു ചെറിയ സംസ്ഥാനത്ത് അവിടെ മതന്യൂനപക്ഷങ്ങളെ, അവിടെ വർഗീയമായി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും 2 ചേരി നിർത്തിക്കൊണ്ട് മണിപ്പൂരിൽ നടത്തുന്ന ഈ വർഗീയ തീക്കളി അനേകായിരങ്ങൾ മരിച്ചു. മണിപ്പൂർ കത്തിക്കാളുകയാണ്. ആ മണിപ്പൂർ കത്തിക്കാളുമ്പോൾ പോലും ഒരു പത്രസമ്മേളനം നടത്തുവാനും ഈ കൂട്ടക്കുരുതി അരുത് എന്ന് പറയുവാനും തയ്യാറാകാത്ത നമ്മുടെ ഭരണാധിപന്മാര് ആ വർഗീയ തീ കൊണ്ട് ഈ ഭാരതത്തെ ആകെ കത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം കൊടുമ്പിരിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ജാതിയിൽ താഴ്ന്നവരോട് എന്തായിരുന്നു RSSന്റെ മനുസ്മൃതിവാദത്തിന്റെ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? നാട്ടിൽ നടക്കുന്ന കുറെ ആളുകളുണ്ട്, കയ്യിൽ ചരട് കെട്ടി വൈകുന്നേരങ്ങളിൽ RSS ആണെന്ന് പറഞ്ഞിട്ട്, അവർ BJP ആണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആളുകളുടെ വീടിന് ബോംബെറിയുവാനും, അതോടൊപ്പം തന്നെ ഈ RSSന്റെ ചാവേർ പടയാളിയായി BJPയുടെ ചാവേറുകളായി നടക്കുന്ന കുറേയേറെ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ മനസ്സിലാക്കണം, അംബേദ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്, അംബേദ്കർ സ്കൂളിൽ പഠിച്ചത് കൊണ്ടാണ്, അംബേദ്കർ ആദ്യമായി 10ാം ക്ലാസ് പാസ്സായതുകൊണ്ടും, അംബേദ്കർ ആദ്യമായി BA പാസ്സായതുകൊണ്ടും, അംബേദ്കർ ആദ്യമായിട്ട് BA എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയതുകൊണ്ടും, കൊളംബിയ സർവകലാശാലയിൽ പഠിച്ചതുകൊണ്ടും, ബാരിസ്റ്റർ ആയതുകൊണ്ടും, വൈജ്ഞാനികമായി ഇംഗ്ലീഷ് സാഹിത്യം മനസ്സിലാക്കിയത് കൊണ്ടുമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടായത്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടായതുകൊണ്ടാണ് ഒരു പിന്നോക്കക്കാരനെ, ഒരു ദളിതനെ, ഒരു ജാതിയിൽ താഴ്ന്നവനെ, ഈ ദളിതന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. ഇവിടെ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഈ അംബേദ്കർ എന്ന് കേട്ടാൽ അത് ദളിതന്റെ പ്രശ്നം മാത്രമല്ല അംബേദ്കർ ഉയർത്തിയത്. ഈ രാജ്യത്തെ നമ്പറിൽ വളരെ കൂടുതലുള്ള പിന്നോക്കക്കാരന്റെ ജീവിതാവസ്ഥ എന്തായിരുന്നു? നായർക്കൊരു ജീവിതം ഉണ്ടായതെന്നാണ്. നായർക്ക് ആദ്യമായി ഒരു ജീവിതം ഉണ്ടാകുന്നത് നമുക്കറിയാം. മന്നത്ത് പത്മനാഭന്റെ കടന്നുവരവോടുകൂടിയാണ് നായർക്ക് ആദ്യമായി ഒരു ജീവിതം ഉണ്ടാകുന്നത്. അതുവരെ നമ്മുടെ നാട്ടിലെ നായർ സമുദായത്തിന്റെ ജീവിതം പരിതാപകരമായ ജീവിതമായിരുന്നു. ഏറ്റവും മോശപ്പെട്ട ജീവിതാവസ്ഥയിൽ കഴിഞ്ഞുകൂടി പോയിരുന്നവരാണ് ഈ നാട്ടിലെ നായർ സമുദായം. ആ നായർ സമുദായത്തിന്റെ അതിന് വിദ്യാഭ്യാസം ഉണ്ടാക്കുവാൻ വേണ്ടി, അവർ ശക്തമായി മുന്നോട്ട് വരുവാൻ വേണ്ടി മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തനങ്ങളാണ് ആ നായർ സമുദായത്തെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പിടിയേരി ശേഖരിച്ചുകൊണ്ടാണ് NSS രൂപീകരിക്കുന്നത്. ഇന്നത്തെ നിലയിലേക്ക് ജീവിതം ഉണ്ടാകണം, ഒരു മാന്യത ഉണ്ടാകണം, NSSലെ സമൂഹത്തിന് ഒരു മാന്യമായ ജീവിതം ഉണ്ടാകണമെന്ന് മന്നത്ത് പത്മനാഭൻ വിചാരിച്ചത് കൊണ്ടാണ് ഇന്നത്തെ മാറ്റം ഉണ്ടായത്. അതിനകത്ത് BJPക്ക് വല്ല പങ്കുണ്ടോ? മനുസ്മൃതിക്ക് പങ്കുവല്ല ഉണ്ടോ? മനുസ്മൃതിയുടെ ഏറ്റവും മോശപ്പെട്ട ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗമായിരുന്നു ഈ കേരളത്തിലെ നായർ സമുദായം. സംബന്ധം കൂടാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവര്, ബ്രാഹ്മണൻ വന്നാൽ അന്തി ഉറങ്ങാൻ ഇടം ഒരുക്കി കൊടുക്കേണ്ടവരായിരുന്നു ഈ നാട്ടിലെ നായർ തറവാടുകളിൽ പലതും. അതിന്റെ കൈപ്പേറിയ അനുഭവങ്ങളാണ് മന്നത്ത് പത്മനാഭനെ കിണ്ടി വലിച്ചെറിയുവാനും മന്നത്ത് പത്മനാഭനെ കൊണ്ട് നായർ സമുദായത്തിന്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുപ്പിച്ചത്. അത് ഈ ചാതുർവർണ്ണ്യത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ്. സമൂഹത്തിലെ ഈഴവര് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. നങ്ങേലി മരിച്ചിട്ട് 115 വർഷമായി. മാറുമറയ്ക്കാൻ അവകാശമില്ലാത്ത ഈ കേരളത്തിലെ ഈഴവ സമുദായം, അതിനകത്തും ചിലരിപ്പോ BJP എന്ന് പറഞ്ഞ് നടക്കുന്നല്ലോ. ആദ്യമായിട്ട് മാറുമറയ്ക്കാൻ വേണ്ടി മാറിന് മുലയ്ക്ക് കരവ് ഏർപ്പെടുത്തിയ ഒരു നാടാണ്. ലോകത്തിൽ പല വസ്തുക്കൾക്കും കരവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഉപ്പിനും മുളകിനും കൊത്തമ്പാലിനും ചെരുപ്പിനും തുണിക്കുമെല്ലാം ടാക്സ് കൊടുക്കുമ്പോൾ ലോകത്ത് ശരീര അവയവങ്ങൾക്ക് കരം കൊടുത്ത ഒരേ ഒരു നാടിന്റെ പേര് ഈ കേരളം എന്ന് പറയും. മുലക്കരം ഏർപ്പെടുത്തി. മുലയുടെ വലുപ്പം അനുസരിച്ചായിരുന്നു കരം കൊടുക്കേണ്ടി വന്നിരുന്നത്. മുലയ്ക്ക് വലുപ്പം ഉണ്ടെങ്കിൽ ആ വലുപ്പം അളന്ന് കരം കൊടുക്കുന്ന നാടായിരുന്നു ഈ കേരളം. അത് മനുസ്മൃതിയുടെ കരമായിരുന്നു. മുലക്കരം, തലക്കരം, മീശക്കരം എന്നിങ്ങനെയുള്ള കരങ്ങളെല്ലാം അത് നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ മുലക്കരം കൊടുക്കാൻ കാശില്ലാതെ വന്ന പാവപ്പെട്ട നങ്ങേലി തന്റെ മുല അറത്ത് ഛേദിച്ച് ഒരു ഇലയിൽ വെച്ച് പിടഞ്ഞു വീണ് മരിച്ച നങ്ങേലിയുടെ നാടാണിത്. മുലച്ചിപ്പറമ്പ് എന്നൊരു സ്ഥലം ആലപ്പുഴയിലൂടെ NHലൂടെ കടന്നു പോകുമ്പോൾ, പുന്നപ്ര കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ, നിങ്ങൾ കടന്നു പോകുമ്പോൾ മുലച്ചിപ്പറമ്പ് എന്നൊരു സ്ഥലം ഈ കേരളത്തിലുണ്ടെങ്കിൽ അതിന് കാരണം മുലക്കരം കൊടുക്കാനില്ലാത്തത് കൊണ്ട് മുലയറുത്ത് വെച്ച് പിടഞ്ഞു വീണ് മരിച്ച നങ്ങേലി എന്ന വീട്ടമ്മയുടെ ആ രക്തസാക്ഷിത്വം വരിച്ച ചോര വീണ മണ്ണാണ് മുലച്ചിപ്പറമ്പ് എന്ന സ്ഥലം. എത്ര ആളിത് മനസ്സിലാക്കുന്നുണ്ട്? BJPക്ക് വേണ്ടി കൊടി പിടിക്കാൻ നടക്കുന്നവർ, മാർക്സിസ്റ്റുകാരെ ദൈവചിന്ത പഠിപ്പിക്കാൻ നടക്കുന്നവർ, തൊഴിലാളി വർഗത്തിന്റെ രാഷ്ട്രീയത്തെ തകർക്കാൻ നടക്കുന്നവർ, RSSന്
വേണ്ടി കൊടി പിടിക്കുന്നവർ മനസ്സിലാക്കണം, ഈ രാജ്യത്തെ ഈഴവന്റെ ജീവിതാവസ്ഥ പരമപുച്ഛമായിരുന്നു. ആദ്യമായി കേരളത്തിൽ ഒരു മോട്ടോർ കാർ വാങ്ങിച്ചത് ഒരു ചാന്നാറാണ്. ഒരു ഈഴവ സമുദായത്തിലെ പ്രമാണിയാണ് ആദ്യമായി ഒരു മോട്ടോർ കാർ വാങ്ങിച്ചത്. പക്ഷേ ആ മോട്ടോർ കാറിൽ കൂടെ വൈക്കം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ മുതലാളിയായ ഈഴവന് കാറിലിരുന്ന് പോകാൻ കഴിയില്ല. പക്ഷേ കാർ ഓടിക്കുന്ന ഉയർന്ന ജാതിക്കാരന് കടന്നു പോകാം. മുതലാളിയായ ചാന്നാറ് 2 കിലോമീറ്റർ ഇപ്പുറത്തിറങ്ങിയിട്ട് വളഞ്ഞ വഴിയിലൂടെ അങ്ങ് എന്ന് നിൽക്കുമ്പോൾ കാറുമായി മെയിൻ റോഡിലൂടെ ആര് കടന്നു പോകുമായിരുന്നു? നമ്മുടെ ഈ നാട്ടിലെ മനുസ്മൃതിയുടെ സിദ്ധാന്തക്കാർ ഉണ്ടാക്കി വെച്ച പരിണിത ഫലമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ ഈ നാട്ടിൽ പന്തിഭോജനം സംഘടിപ്പിച്ചത് ഈ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കഴിക്കാൻ, ഒരു വേദിയിൽ ഇരുന്നു കൊണ്ട് സദ്യ ഉണ്ണാൻ, ആഹാരം കഴിക്കാനുള്ള അവകാശം നിഷേധിച്ചപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പന്തിഭോജനം എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതുപോലെ നമുക്കറിയാം കായൽ സമരം. കായലിൽ കരയ്ക്ക് സമരം നടത്താൻ അനുവദിക്കാത്തത് കൊണ്ടാണ് കായലിൽ വള്ളം കെട്ടിയിട്ട് അവിടെ പോയിരുന്ന സമ്മേളനം നടത്തിയ നാടാണ് ഈ നാടെന്ന് മനസ്സിലാക്കണം. ഇതെല്ലാം മനുസ്മൃതിയുടെ പരിണത ഫലങ്ങളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഒരു സാമൂഹിക പരിഷ്കർത്താവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഈഴവ സമുദായത്തിലെ ഒരു അംഗമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. അദ്ദേഹം നിങ്ങൾക്കറിയാമോ, ശതകോടീശ്വരനായിരുന്നു, സമ്പന്നനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പ്രമാണി വർഗത്തിൽ നിന്ന്, ചാതുർവർണ്ണയത്തിന്റെ വക്താക്കളിൽ നിന്ന് വലിയ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. ആ നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള പ്രവർത്തനങ്ങൾ, മൂക്കുത്തിയിട്ട് പോകുന്ന ഈഴവ സമുദായത്തിലെയും താഴ്ന്ന ജാതിയിലെയും പെണ്ണുങ്ങളുടെ മൂക്കുത്തി വലിച്ചു പറിച്ച പ്രമാണി വർഗത്തിനെതിരായി സ്വന്തമായി മൂക്കുത്തി ഉണ്ടാക്കിക്കൊണ്ട് പന്തളത്ത് ഒരു കൊട്ടയിൽ വെച്ച് മൂക്കുത്തി ബോധപൂർവമായി സ്ത്രീകളെ കൊണ്ട് മൂക്കുത്തി ധരിപ്പിച്ച ആറാട്ടുപുഴ വേലായുധ പണിക്കര് ജീവിച്ചിരുന്ന് രക്തസാക്ഷിത്വം വരിച്ച നാടാണ് ഈ കേരളം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുവാൻ പാടില്ല. അതെല്ലാം മനുസ്മൃതിയുടെ ഭാഗമാണ്. ആ മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരണം. വഴി നടക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ടവരുടെ ഈ നാട്ടിൽ 2 കൊടുത്തുരുണ്ട കാളകളെ കെട്ടിയ വില്ലുവണ്ടിയിൽ വെങ്ങാനൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് മഹാത്മാ അയ്യങ്കാളി നടത്തിയ ആ തേരോട്ടമാണ് പട്ടികജാതിക്കാരനും ജാതിയിൽ താഴ്ന്നവനും പിന്നോക്കക്കാരനും ഈ നാട്ടിലെ പൊതുനിരത്തിലൂടെ നടക്കുവാൻ വേണ്ടിയുള്ള അവകാശം ഉണ്ടാക്കി വെച്ചത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നു. ഇന്ന് അംബേദ്കറെ തള്ളിപ്പറയുമ്പോൾ, അംബേദ്കറുടെ ആശയങ്ങളെ തള്ളിപ്പറയുമ്പോൾ, നാളെ അയ്യങ്കാളിയുടെ ആശയങ്ങളെയും മന്നത്ത് പത്മനാഭന്റെ ആശയങ്ങളെയും ഗുരുസ്വാമിയുടെ ആശയങ്ങളെയും തള്ളിപ്പറയാൻ വേണ്ടി ശ്രമിക്കുന്നവര് ഇവിടെ തലപൊക്കി വരുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. പലരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർ മാന്യന്മാരാണ്, അവർക്ക് ജാതിയില്ലെന്ന് പറയും, അവർക്ക് മതമില്ലെന്ന് പറയും, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയും. പക്ഷേ ഉള്ളിൽ കാഗോള വിഷമാണ്. അവരുടെ ഉള്ളിലാണ് ഏറ്റവും വലിയ ജാതിയുള്ളത്. അവർ ആ ജാതിയെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അവരത് സന്ദർഭോചിതമായി അവരത് പുറത്തെടുത്ത് കാണിക്കും. പക്ഷേ നമ്മുടെ രാജ്യം, ലോകത്തിൽ നിന്ന് ഈ രാജ്യം തലയുയർപ്പോടെ നിൽക്കുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി ഡോക്ടർ BR അംബേദ്കർ മാത്രമാണ്. അംബേദ്കറും കോൺഗ്രസുമായി നല്ല നിലയിൽ ഉരസലുണ്ടായിട്ടുണ്ട്. അംബേദ്കറും കോൺഗ്രസുമായി പലപ്പോഴായി ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. അംബേദ്കറും ഗാന്ധിജിയുമായി പലപ്പോഴായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. അംബേദ്കർ കോൺഗ്രസിന്റെ ആശയങ്ങൾക്കെതിരായിരുന്നു. പക്ഷേ ഒന്നാമത്തെ മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വരുന്ന ഘട്ടത്തിൽ അവിടെ അംബേദ്കറെ പുറത്തു നിർത്തിക്കൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കിയാൽ ആ മന്ത്രിസഭ ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറും. കാരണം അംബേദ്കറെ പോലെ ബുദ്ധിസാമർഥ്യമുള്ള ഒരാള്, കുശാഗ്ര ബുദ്ധിക്കാരനായ, ലോകോത്തര വിദ്യാഭ്യാസ വിചക്ഷനായിട്ടുള്ള ഡോക്ടറേറ്റ് നേടിയ ഭാരതീയൻ എന്ന നിലയിൽ അംബേദ്കറെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് അംബേദ്കറെ കൂടി തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും അങ്ങനെ വന്ന ആദ്യത്തെ നിയമമന്ത്രിയും ആദ്യത്തെ തൊഴിൽ മന്ത്രിയുമായ ഡോക്ടർ അംബേദ്കറാണ് സ്ത്രീകൾക്ക് സ്വത്തവകാശം എന്ന് പറയുന്ന ഒരു ബില്ല് ലോകസഭയ്ക്കകത്ത് അവതരിപ്പിച്ചത്. ഇന്ന് സ്ത്രീക്ക് സ്വത്ത് വേണം. പണ്ട് നമുക്കറിയാം മനുസ്മൃതിവാദക്കാർ സ്ത്രീയെ അംഗീകരിക്കുന്നില്ല. വീടാങ്കൂട്ടിൽ കുടുങ്ങും തത്തമകളായി, സ്ത്രീ പുറത്തു പോകാൻ പാടില്ലാത്തവളായി, ഭർത്താവ് മരിച്ചാൽ സ്വർണ്ണമെല്ലാം ഊരിയിട്ട് വെള്ള വസ്ത്രം ധരിച്ച് വിധവയായി വീടിന്റെ മൂലയിൽ എവിടെങ്കിലും ആർക്കും കണി കാണാൻ കൊള്ളിയല്ലാത്തവളായി കഴിഞ്ഞുകൂടേണ്ടി വന്നിരുന്ന ഈ സ്ത്രീ സമൂഹത്തെ ഇന്നത്തെ നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ രാജാറാം മോഹൻ റോയിയെ പോലെയുള്ളവർ ഭരിച്ച പങ്കിനെ പിന്തുടർന്നുകൊണ്ട് ഡോക്ടർ അംബേദ്കർ കൊണ്ട നിയമങ്ങളാണ് സ്ത്രീ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഓരോ സ്വാതന്ത്ര്യം എന്നുള്ളത് കാണണം. അപ്പൊ അംബേദ്കർ എന്ന് പറയുന്നത് ദളിതർക്ക് വേണ്ടി ഒന്നും പ്രത്യേകം ചെയ്തിട്ടില്ല. പക്ഷെ അംബേദ്കർ ദളിതനായിരുന്നത് മാത്രം അഡ്രസ് ചെയ്താൽ മതി. അല്ല, നിങ്ങൾ പറയുന്ന പോലെ പലരും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് അംബേദ്കർ ദളിതർക്ക് വേണ്ടി കുറെ കാര്യം ചെയ്തു. അത് തെറ്റാണ്. അങ്ങനെയല്ല പറയേണ്ടത്. അംബേദ്കർ ദളിതനായിരുന്നു. പക്ഷെ അംബേദ്കർ ചിന്തിച്ചത്, നിങ്ങൾ നോക്കൂ, ഇന്ത്യൻ മിലിറ്ററി അത് അംബേദ്കറുടെ തലമണ്ടയിൽ ഉരുത്തിരിഞ്ഞ ആശയമാണ്. കരസേന, വ്യോമസേന, നാവികസേന, അതിന്റെ തലവന്മാർ എങ്ങനെയായിരിക്കണം, ഇന്ത്യൻ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളെ എത്ര ദിവസം കസ്റ്റഡിയിൽ വെക്കണം, ഒരാളെ അറസ്റ്റ് ചെയ്താൽ എന്തൊക്കെ നിയമങ്ങളാണ് പോലീസ് പാലിക്കേണ്ടത്, ഒരു ജനാധിപത്യത്തിന് എന്തൊക്കെ ചെയ്യണം, ലോകസഭയും രാജ്യസഭയിലേക്കും അംഗങ്ങൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെടണം, നമ്മുടെ മന്ത്രിസഭ എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ സംവരണം എങ്ങനെയുള്ളതായിരിക്കണം, ഓരോ
എല്ലാത്തിനും എങ്ങനെ സംവരണം കൊടുക്കണം, ഇതെല്ലാം തീരുമാനിച്ചത് അംബേദ്കറാ. അപ്പൊ അംബേദ്കർ ഏതെങ്കിലും ഒരു വർഗത്തിന് വേണ്ടി